Okay students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് എന്ന ചാപ്റ്ററിലുള്ള നെക്സ്റ്റ് സെഷൻ ആണ്. അതായത് ഇക്വാലിറ്റി ഓഫ് ടു മെട്രിസസ്. ഇക്വാലിറ്റി ഓഫ് ടു മെട്രിസസ്. Okay. So what do you mean equality of two matrices? Consider two matrix A equal to Aij. ഇവിടെ എഴുതുന്ന ശ്രദ്ധിക്കാണ്ട് കാൽക്കുലേറ്റർ A equal to matrix bracket A suffix ആയി. ഇത് ജനറൽ ഫോം ആണ് എടുത്തത്. And B equal to matrix Bij. ആ സെറ്റ് ബി ഈക്വൽ, ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ 1, if they have same order, അതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ, ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു corresponding element of B. അതായത് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മെട്രിക്സിന് ഓർഡർ സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലുള്ള എല്ലാ എലമെന്റ്സും ഈക്വൽ ആയിട്ട് വരണം. സോ അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, given two matrices are equal. Okay. അതിനുള്ള എക്സാമ്പിൾ നോക്കാം. Let us consider A equal to ഇങ്ങനെയാണ് വിചാരിക്കുക 2 3 4 1 and B equal to -2 3 4 1. സോ ഇത് രണ്ട് ഈക്വൽ ആണോ? ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഓർഡറും എഴുതി നോക്കാം. ഇതിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് റോ, ഇത് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം. സോ 2/2 റോ കോളം. സോ 2/2. അപ്പൊ ഓർഡർ സെയിം ആണ്. സെക്കൻഡ് കണ്ടീഷൻ പ്രകാരം ഇതിന്റെ പൊസിഷൻ എങ്ങനെ വായിക്കണം? A11 A12 A21 A22 A12 A11 A12 A21 A22. അപ്പൊ A11ഉം ഇവിടെയുള്ള A11ഉം ഈക്വൽ ആണെന്ന് നോക്കാം. അല്ല, കാരണം ഇവിടെ പോസിറ്റീവ് ആണ്. ഹിയർ ദിസ് ഈസ് നെഗറ്റീവ് ആണ്. A12 ഈക്വൽ ആണ്, A21 ഈക്വൽ ആണ്, A22. പക്ഷെ ഇത് ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഫൈനലി A നോട്ട് ഈക്വൽ ടു B. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഓർഡർ സെയിം ആയിരിക്കണം, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റ്സും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇക്വാലിറ്റി ഓഫ് എ ടു മെട്രിക്സസ്. സോ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ബാക്കിയെല്ലാം പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകും. നമുക്ക് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സാമ്പിൾ 4 ആണ്. ഇപ്പൊ വലിയൊരു മെട്രിക്സ് വന്നിട്ടുണ്ട്. വലിയൊരു മെട്രിക്സ് എക്സ് വൈ സെഡ് എ ബി സി that equal to -1.50 to √6 3 2. Question ഇതാണ്, find the unknown values. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അൺനോൺ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എക്സ് വൈ ഇസെഡ് എ ബി സി കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിന്റെ ഓർഡർ നോക്കി. ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ. അപ്പോൾ 3/2. ഹിയർ ഓൾസോ 3/2. ഓർഡർ സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യാം. എങ്ങനെ കമ്പയർ ചെയ്യണം? A11 ഇവിടെയുള്ള A11. സോ എക്സ് ഈക്വൽ ടു -1.5 കിട്ടിയല്ലോ. A12 ഇവിടെയുള്ള A12. സോ y ഈക്വൽ ടു 0 അതും കിട്ടി. സെഡ് ഈക്വൽ ടു നേരെ പൊസിഷൻ നോക്കിയിട്ടാണ് എഴുതേണ്ടത്. A ഈക്വൽ ടു √6 B equal to 3 C equal to 2. അതായത് x equal to ഇതിന്റെ പൊസിഷൻ Z equal to this one, this equal to this one,
is equal to this one is equal to this one. ഇതിൽ ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ കമ്പയർ ചെയ്തൊരു മെത്തേഡാണ് ഈ ക്വസ്റ്റിനോട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമുക്കിത് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാം അത് മാത്രമേ ഉള്ളൂ. സോ വേറൊരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട് ടെക്സ്റ്റിൽ പറഞ്ഞത്. സോ എക്സാമ്പിൾ നമ്പർ 4 ആണ്. ശരിക്കും ഇതാണ് നമ്പർ എന്ന് പറയുന്നത്. ഇഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ എഴുതാം. ഇഫ് എക്സ് പ്ലസ് 3 സെറ്റ് പ്ലസ് 4 2y minus 7 minus 6 a minus 1 0 b minus 3 minus 21 0 that equal to 0 6 3y minus 2 minus 6 minus 3 2c plus 2 2b plus 4 minus 21 0. Find the values of a, b, c, x, y, z. So here find the values of a, b, c and x, y and z. ഇത്രയും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഓർഡർ നോക്കുക. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. അപ്പോൾ 3/3 ആണ് എഴുതി വെച്ചു. ഇതിൻ്റെ 3/3. ഇത് രണ്ട് സെയിം ആണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇനി അതാത് പൊസിഷൻ നോക്കി കമ്പയർ ചെയ്യാം. a11 a11. So x plus 3 equal to 0. So x equal to minus 3. Z plus 4 equal to 6. Z equal to 6 minus 4. That equal to 2. So 2y minus 7 equal to 3y minus 2. Then ingote edukka. So 2y minus 3y equal to minus 2 plus 7. So minus y equal to 5. So y equal to minus 5. ഇങ്ങനെ ചെറിയ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യണം. -6 അത് കമ്പയർ ചെയ്യണ്ട. സോ അത് വേണ്ടല്ലോ, കോൺസ്റ്റന്റ് അല്ലേ. a minus 1 equal to minus 6. So a equal to minus 3 plus 1. That equal to minus 2. 0 equal to 2c plus 0 equal to 2c plus 2. So 2 ഇങ്ങോട്ട് എടുത്താൽ മതി. So 2c equal to minus 2, c equal to minus 2/2 equal to minus 1. So b minus 3 equal to ഇതാണ് അടുത്തത്. b minus 3 equal to 2b plus 4 ആണ്. So ഇതിനെ ഇങ്ങോട്ട് എടുക്കുക. b minus 2b equal to 4 plus 3 ആണ്. So minus b equal to 7. So b equal to minus 7. Next minus 21 equal to minus 20. അത് എടുക്കുന്നില്ല, അവിടെ റീസൺ ഉണ്ട്. കാരണം രണ്ട് കോൺസ്റ്റന്റ് നമുക്ക് അൺനോൺ വാല്യൂസ് ഒന്നും ഇല്ല അവിടെ. 0 equal to 0. അപ്പോൾ നമുക്കിവിടെ എക്സ് കിട്ടി, സെറ്റ് കിട്ടി, എ കിട്ടി, വൈ കിട്ടി, സി കിട്ടി, ബിയും കിട്ടി. അപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് നമുക്ക് എടുക്കേണ്ടതെന്ന് അർത്ഥം. അതാണ് ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റൊരു കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ഉള്ളത് തന്നെ ഒന്ന് ചെയ്യാം. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എ, ബി, സി ആൻഡ് ഡി. 3 കണ്ടുപിടിക്കണം. ടെക്സ്റ്റിൽ സോൾവ്ഡ് 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, പേജ് നമ്പർ 63. 2a plus b, a minus 2b, 5c minus d, 4c plus 3d. So that equal to 4 minus 3 11 24. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എ, ബി, സി, ഡി വരെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന മുന്നേ ആയിട്ട് ഇതിൻ്റെ ഓർഡർ 2/2, ഇതിൻ്റെ ഓർഡർ 2/2. അപ്പോൾ ഓർഡർ സെയിം ആണ്. വി ക്യാൻ കമ്പയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, ഈ പൊസിഷൻ ഞാൻ കമ്പയർ ചെയ്യാം. അപ്പോൾ 2a plus b equal to 4 എന്ന് കിട്ടി. a minus 2b equal to minus 3 എന്ന് കിട്ടി. 5c minus d equal to 11 എന്ന് കിട്ടി. 4c plus 3d equal to 24. ഇങ്ങനെ 4 ഇക്വേഷൻ നമുക്ക് കിട്ടി. 4 ഇക്വേഷൻ ആയിട്ട് കിട്ടിയത്. അപ്പോൾ സിമിലർ വേരിയബിൾ വരുന്നത് ഇത് രണ്ടും. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. 2a plus b equal to 4, equation number 1. a minus 2b equal to minus 3, equation number 2. ഇത് സോൾവ് ചെയ്യണം. ഓൺ സോൾവിങ് 1 ഉണ്ട്. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഇവിടെ 2a, ഇവിടെ a ആണ്, ഇവിടെ b, ഇവിടെ 2b ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ ഒരുപോലെ ആക്കണം.
ഏതെങ്കിലും ഒന്ന് ഒരുപോലെ. അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇക്വേഷൻ 1ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 4a plus 2b equal to 8, ഇക്വേഷൻ നമ്പർ 3. ഈ പഴയത് താഴെ എടുത്തെഴുതും. a minus 2b equal to -3 താഴെ എടുത്തെഴുതി. അത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇത് രണ്ട് ആഡ് ചെയ്യാം. 3 plus 2 ആഡ് ചെയ്യുമ്പോൾ 5a equal to ഇത് ആഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. സോ a equal to 5/5 equal to 1 ആണ്. അപ്പോൾ a വാല്യൂ കിട്ടി. അപ്പോൾ ഇനി b വേണം. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ഇക്വേഷൻ 1ൽ കൊടുക്കാം. ഇക്വേഷൻ 1 implies 2a plus b equal to 4 ആണ്. സോ a വാല്യൂ എടുക്കുമ്പോൾ 2 into 1 plus b equal to 4 ആണ്. 2 plus b equal to 4 ആണ്. b equal to 4 minus 2 that equal to 2. അപ്പോൾ ഇത് രണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 5c minus d equal to 11 എടുക്കാം. 4c plus 3d equal to 24 എടുക്കാം. താഴെ എഴുതാം. ഇവിടെ 5c ഇവിടെ 4c ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ സെയിം ആക്കി മാറ്റാം, ആഡ് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക, തിരിച്ചും മറിച്ചും ചെയ്യാം, അതുപോലെ കണ്ടുപിടിക്കാം. അതൊക്കെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസിലുള്ള എക്സസൈസ് 3.1 ബാലൻസ് ക്വസ്റ്റ്യൻ ആണ്. 6.1 ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എക്സ് വൈ ആൻഡ് സെറ്റ് ഫ്രം ദി ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ് വൈ സെറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ 6ൽ 1 ആണ്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ 4 3 x 5 that equal to y z 1 5. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് വൈ സെറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇതിന്റെ ഓർഡർ 2/2 വി നോ. ഇതിന്റെ ഓർഡർ 2/2. സോ കമ്പയറിംഗ് ഓൺ ബോത്ത് സൈഡ് 4 equal to y ആണ്. സോ y equal to 4 എന്ന് കിട്ടി. 3 equal to z equal to 3. x equal to 1. അപ്പോൾ x കിട്ടി, y കിട്ടി, z കിട്ടി. ഇത്രയേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ മെട്രിക്സ് x plus y 2 5 plus z xy that equal to 6 to 5 8. ഇങ്ങനെ. അപ്പോൾ ഇവിടെയും ഓർഡർ സെയിം ആണ്, 2/2 2/2. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. കമ്പയറിംഗ് ഓൺ ബോത്ത് സൈഡ് x plus y equal to 6. 2 equal to 2 കമ്പയർ ചെയ്യണ്ട, സെയിം നമ്പർ എടുക്കണ്ട. 5 plus z equal to 5 ആണ്. അപ്പോൾ z equal to 5 minus, ഇപ്പോൾ z കിട്ടി. xy equal to അടുത്തത് xy equal to 8. ഇത് രണ്ടാണ് ഇപ്പോൾ z കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ട് 0 ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിന്ന് z കിട്ടി, xy ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് അഡീഷനും പ്രോഡക്റ്റും കിട്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. നമുക്ക് എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം, വാട്ടർ മേക്ക്. സോ എക്സ് മൈനസ് വൈ ഒരു ഫോർമുല ഉണ്ട്. സോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. അതായത് ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇത് ബാലൻസ് ആകും. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് വൈ സ്ക്വയർ ആണ്. മൈനസ് 4xy സബ്ട്രാക്ട് ചെയ്യുമ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. പല സ്ഥലത്തും നമ്മൾ കോംപ്ലക്സുകൾ യൂസ് വേണ്ടതാണ്. സോ ഇവിടെ എന്ത് ചെയ്യുക, സം അറിയാം, പ്രോഡക്റ്റ് അറിയാം. പ്രോഡക്റ്റ് നമ്മൾ ഇതാണ്. സോ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സം എന്ന് പറയുമ്പോൾ 6 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു പ്രോഡക്റ്റ് വന്ന് 8. So 36 minus 32 that equal to 4 ആണ്. So x minus y whole square equal to 4 ആണ്. So x minus y equal to plus or minus 2. അപ്പോൾ ഇങ്ങനെ രണ്ട് കേസസ് ആയിട്ട് ഇവിടെ വന്നു. അപ്പോൾ രണ്ട് കേസ് ആൻസർ രണ്ട് രീതി എഴുതണം. അപ്പോൾ ഒന്ന് പ്ലസ് എടുക്കണം, മറ്റേ മൈനസ് എടുക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, അപ്പോൾ ഫോർ കാൽക്കുലേഷൻ ഫോർ എക്സ് ആൻഡ് വൈ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ബി ടേക്കൺ ആസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6, x മൈനസ് വൈ ഈക്വൽ ടു 2 എന്നെടുത്തു. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ചെയ്യാനൊന്നുമില്ല. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. 1 plus 2 implies 2x equal to 8. x equal to 8/2 that equal to 4. അപ്പോൾ എക്സിന് വാല്യൂ കിട്ടി. ആ എക്സിന്റെ വാല്യൂ either this or this ഏതിലാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കുന്നു. x plus y equal to 6. So x in value 4 ആണ്. So 4 plus y equal to 6. So y equal to 6 minus 4 that equal to 2.
അപ്പോൾ അതൊരു കേസ് അങ്ങനെയാണ്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് എവിടെ മാറ്റം വരും? ഇത് സെയിം എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇല്ല, അത് മൈനസ് എടുക്കാം. അപ്പൊ രണ്ടാമത്തെ കേസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 ഇക്വേഷൻ നമ്പർ 1. അടുത്ത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു -2 ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നമ്മൾ ആഡ് ചെയ്യാം 1 + 2 പെട്ടെന്ന് കിട്ടുന്നതാണ്. 1 + 2 2x ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? ആഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈൻ ആണ്, അപ്പോൾ 4 വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടി ഇക്വേഷൻ 1 കൊടുക്കുക. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഇവിടെ കൊടുത്താൽ മതി. എക്സ് സ്ഥാനത്ത് 2 + y ഈക്വൽ ടു 6 ആണ്. സോ y ഈക്വൽ ടു 6 - 2 ദാറ്റ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് ഈ മെത്തേഡിൽ പ്രോബ്ലം ചെയ്യേണ്ടത്. പിന്നെ അതിലുള്ള ആ സെക്ഷൻ ആ സീരീസിൽ തന്നെ വരുന്ന ഒരു പ്രോബ്ലം കൂടിയും ബാക്കിയുണ്ട്. ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. തേർഡ് വൺ ഒരു മെട്രിക്സ് ആണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് താഴെയാണുള്ളത്. y പ്ലസ് സെറ്റ് താഴെയാണുള്ളത് ഈക്വൽ ടു 9 5 7 ഇങ്ങനെ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 6-1 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഓർഡർ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫസ്റ്റ് കോളം. അപ്പോൾ 3/1 ആണ്, ഇത് 3/1 ആണ്. അപ്പോൾ ഓർഡർ സെയിം ആണ്, ഹാവിങ് സെയിം ഓർഡർ. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റും. എങ്ങനെ കമ്പയർ ചെയ്യാം? എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു 9, എക്സ് പ്ലസ് സെറ്റ് ഈക്വൽ ടു 5, വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു 7. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇക്വേഷൻ നമ്പർ 2 കിട്ടി, ഇക്വേഷൻ നമ്പർ 3 കിട്ടി. ഇത് എഴുതാൻ നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇത് ഏത് മെത്തഡും യൂസ് ചെയ്യാം, പക്ഷെ അൺനോൺ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അൺനോൺ വാല്യൂ കിട്ടും. ഇനി ഇവിടെ നോക്കാം, ഞാൻ ചെയ്യുന്നത് എക്സും സെറ്റ് ഇവിടെയുണ്ട്. ഈ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ എടുത്തെഴുതാം. എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു 9 ഇക്വേഷൻ 1 ആണ്. 1 സെക്കൻഡ് ഞാൻ എഴുതിയെടുത്തു. ഇതിൽ സെറ്റാണ്. ഈ എക്സും സെറ്റും ഞാൻ അടുത്തെടുത്ത് എഴുതണം. ഇതിന് ഇങ്ങോട്ടാകും. സോ എക്സ് പ്ലസ് സെറ്റ് ഇതിന് ഇങ്ങോട്ട് എഴുതി, വൈ ഇങ്ങോട്ടേക്ക് മാറ്റി ഈക്വൽ ടു 9. അപ്പോൾ എക്സും സെറ്റ് അടുത്തെടുത്ത് എഴുതി. അപ്പോൾ ഞാൻ ബ്രാക്കറ്റ് കൊടുക്കുന്നു. സോറി, അത് 5 ആണ്. അപ്പോൾ അതിന് വരെ നമുക്ക് തരാം 5 + y ഈക്വൽ ടു 9. സോ y ഈക്വൽ ടു 9 - 5 ദാറ്റ് ഈക്വൽ ടു 4. അപ്പോൾ y കിട്ടിയല്ലോ. y കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബാക്കിയെല്ലാം കിട്ടുള്ളൂ. 3 വൈൻ്റെ സ്ഥാനത്ത് കൊടുത്തേ. 3 implies y പ്ലസ് സെറ്റ് ഈക്വൽ ടു 7 ആണ്. സോ വൈൻ്റെ വാല്യൂ എടുക്കുമ്പോൾ 4 + സെറ്റ് ഈക്വൽ ടു 7, സെറ്റ് ഈക്വൽ ടു 7 - 4 ഈക്വൽ ടു 3. അപ്പോൾ വൈയും ഈ സെറ്റും കിട്ടി. അപ്പോൾ വൈയും സെറ്റും എടുത്ത് ഈ 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ 4 ആണ്, സെറ്റിൻ്റെ വാല്യൂ 3 ആണ്, ദാറ്റ് ഈക്വൽ ടു 9. അപ്പോൾ എക്സ് പ്ലസ് 7 ഈക്വൽ ടു 9. സോ എക്സ് ഈക്വൽ ടു 9 - 7 ദാറ്റ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എല്ലാ അൺനോൺ വാല്യൂസ് കിട്ടി. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്യുന്ന ഇക്വാലിറ്റി ഓഫ് മെട്രിക്സ് എന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ജനറൽ ഫോം എങ്ങനെ എഴുതാം, A11 A12 ആ കാര്യം അറിയണം. റോവും കോളം എങ്ങനെ എഴുതാം, ഒരു മെട്രിക്സിന് ഓർഡർ ഇത്രയും അറിഞ്ഞ് വേണം നമ്മളത് കമ്പയർ ചെയ്തിട്ട് കൃത്യമായിട്ട് പോവാം. കാൽക്കുലേഷൻ നിങ്ങൾക്ക് എന്ത് സ്റ്റെപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ.